നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തിരുവനന്തപുരത്തെ എംപിയും പ്രമുഖ കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ ശശി തരൂർ പലപ്പോഴും പലതവണ എണ്ണമറ്റ തവണ കേന്ദ്ര സർക്കാരിനെ നരേന്ദ്രമോദി സർക്കാരിനെ അനുകൂലിച്ചും നരേന്ദ്രമോദി സർക്കാരിനെ പ്രകീർത്തിച്ചും രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോഴെല്ലാം ശശി തരൂർ ബി ജെ പിയിലേക്കാണോ എന്ന ഊഹാഭോഗം ഉയരുക പതിവാണ്. പക്ഷേ ഇതുവരെയും ശശി തരൂർ ബി ജെ പിയിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ബി ജെ പിയിലേക്ക് വരാനായി അദ്ദേഹം ചർച്ച നടത്തിയിരുന്നുവെന്നും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും അദ്ദേഹം ബി ജെ പിയിലേക്ക് വരുന്നതിനെക്കുറിച്ച് ബി ജെ പി നേതൃത്വവുമായി സംസാരിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ ഡിമാൻഡുകൾ ക്യാബിനറ്റ് പദവി വരെ ആയിരുന്നുവെന്നും അത് നൽകാൻ കഴിയാത്തതിനാൽ അല്ലെങ്കിൽ അത്തരം ഡിമാൻഡുകളൊന്നും അങ്ങനെ വഴങ്ങേണ്ടതില്ല എന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചതിൻ്റെയും ഭാഗമായിട്ടാണ് ഇതുവരെയും ശശി തരൂരിന് ബി ജെ പി പ്രവേശനം സാധ്യമാകാത്തത് എന്നുമൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും സ്ഥിരീകരിക്കപ്പെട്ട കാര്യങ്ങളല്ല. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പല ഘട്ടങ്ങളിലായി നരേന്ദ്രമോദി സർക്കാരിനെ ശശി തരൂർ പിന്തുണച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു മോഡേൺ പൊളിറ്റിക്സ് ആണ് എന്നൊക്കെയാണ് പലരും പറയുന്നത്. എന്തായാലും ശശി തരൂർ ഏറ്റവും ഒടുവിലായി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ വാക്സിൻ നയത്തെക്കുറിച്ചാണ്. അതായത് ഇന്ത്യയുടെ വാക്സിൻ നയം അത് ആഗോളതലത്തിൽ തന്നെ ഇന്ത്യയെ ഒരു നേതൃതലത്തിൽ എത്തിക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം രാജ്യം ഇത്ര വലിയ ഒരു ആഗോള ശ്രദ്ധ നേടുന്നത് അല്ലെങ്കിൽ രാജ്യം ലോകക്രമത്തിൽ ഉയരുന്നത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഒരു വലിയ പ്രതിസന്ധിയിൽപ്പെട്ട് നിൽക്കുമ്പോഴാണ്. കോവിഡ് പോലെയുള്ള വലിയ പ്രതിസന്ധിയിൽപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഇന്ത്യ ഈ ഒരു മുന്നേറ്റം നടത്തിയത് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. അതായത് പല ലോകരാജ്യങ്ങളും കോവിഡ് വാക്സിൻ നിർമ്മിക്കുകയും ആ ലോകരാജ്യങ്ങൾ കോവിഡ് വാക്സിനേഷൻ നടത്തിയതിനു ശേഷം മിച്ചം വാണിജ്യാടിസ്ഥാനത്തിൽ മറ്റ് ലോകരാജ്യങ്ങൾക്ക് വിതരണം ചെയ്യുമെന്നും ആ മരുന്ന് എത്തുന്നതുവരെ ഇന്ത്യക്കാർ കാത്തിരിക്കണമെന്നുമൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും വികസിതമായ രാഷ്ട്രങ്ങൾ കോവിഡ് വാക്സിൻ വികസിപ്പിച്ച അതേ സമയം കൊണ്ട് തന്നെ ഇന്ത്യയും സ്വന്തമായി കോവിഡ് വാക്സിൻ വികസിപ്പിച്ചു. ഇന്ത്യയും സ്വന്തമായി കോവിഡ് വാക്സിൻ നിർമ്മിച്ചു. ആ നിർമ്മിച്ച വാക്സിൻ ഇന്ത്യ അങ്ങ് സ്വാർത്ഥ ലാഭത്തോടു കൂടി കരുതി വയ്ക്കുകയും ഒന്നുമല്ല ചെയ്തത്. അന്ന് 100-ലധികം രാജ്യങ്ങൾക്ക് കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകി. അങ്ങനെ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെ ഇന്ത്യ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. മാത്രമല്ല 140 കോടി ജനങ്ങൾക്ക് യാതൊരുവിധ ഭേദഭാവങ്ങളും കൂടാതെ ഉച്ചനീചത്വങ്ങളൊന്നും ബാധകമാക്കാതെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഇല്ലാതെ ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ ഇല്ലാതെ അതിന് കൃത്യമായി ഒരു നയമുണ്ടാക്കി ഈ 140 കോടി ജനങ്ങൾക്കും കൃത്യമായ അവരവരുടെ ഊഴത്തിനനുസരിച്ച് വാക്സിൻ നൽകി. അതും സൗജന്യമായി തന്നെ നൽകി. അങ്ങനെ ഈ രാജ്യത്തെ സേഫാക്കി മാറ്റി. ഈ വാക്സിൻ നയം അതിനെ ചരിത്രത്തിൽ ഇനിയും പ്രകീർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. ഈ നയത്തിൽ എന്ത് കുറ്റം പറയാനാണ്? അതുതന്നെയാണ് ശശി തരൂരും ചെയ്തത്. ഈ നയം ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യയെ വലിയ രാജ്യമാക്കി മാറ്റിയെന്ന് മാത്രമല്ല ലോകരാജ്യങ്ങളുടെ നേതൃനിരയിലേക്ക് ഇന്ത്യ എടുത്തുയർത്തുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായും ഇതിനു മുന്നും പല ഘട്ടങ്ങളിൽ അമേരിക്കയുമായിട്ടുള്ള വിദേശ നയം അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളും സ്വച്ഛ ഭാരതമായിട്ടുള്ള അത്തരത്തിലുള്ള പദ്ധതികൾ, ഈ പദ്ധതികളെയൊക്കെ ശശി തരൂർ വിമർശിച്ചിട്ടില്ല. മറിച്ച് അതിനെ അനുകൂലിക്കുകയും കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിക്കുകയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെ പ്രകീർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ബി ജെ പിയിലേക്ക് അദ്ദേഹം വരുന്നു എന്നുള്ളതിന് ഒരു തെളിവല്ല, ഒരു സൂചനയുമല്ല. എന്ന് വിചാരിച്ച് ബി ജെ പിയിലേക്ക് അദ്ദേഹം വരാനുള്ള ശ്രമം നടത്തിയിട്ടില്ല എന്നല്ല. കോൺഗ്രസ്സിൽ എന്തായാലും അദ്ദേഹം അതൃപ്തനാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. 4 പ്രാവശ്യം ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ഒരു വ്യക്തിക്ക്, കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിലുള്ള ഒരു വ്യക്തിക്ക് സംസ്ഥാന നേതൃത്വം നൽകുന്ന സ്ഥാനം അത് വളരെ ചെറുതാണ്, അത് അങ്ങേയറ്റം അപലപനീയമാണ് എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് അദ്ദേഹം ഇത്തരം ചില ഗിമ്മിക്കുകൾ കാണിക്കുന്നത് എന്ന് വ്യക്തമാണ്. പക്ഷേ ഇതിലും ഒരു കാര്യമുണ്ട്. ഈ അടുത്ത കാലത്തായി LDF സർക്കാരിനെയും പ്രകീർത്തിച്ചുകൊണ്ട് ഒരു ലേഖനം ശശി തരൂർ പ്രസിദ്ധീകരിച്ചത് നമ്മൾ കണ്ടതാണ്. അതായത് LDF സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൽ വൻ വ്യവസായ വിപ്ലവം നടന്നുവെന്നും സ്റ്റാർട്ടപ്പുകൾ ഇതാ പൂത്തുലഞ്ഞ് നിൽക്കുകയാണ് എന്നുമൊക്കെയാണ് അദ്ദേഹം അതിൽ എഴുതിയത്. വലിയ പ്രതിഷേധം ആ ലേഖനം കൊണ്ടുണ്ടായി. കാരണം ശശി തരൂരിനെതിരെ വലിയ പ്രതിഷേധമാണ് സംസ്ഥാന നേതാക്കളിൽ നിന്നൊക്കെ ഉണ്ടായത്. കാരണം LDFന് ഒന്നുമില്ലാതിരുന്ന LDFന് ന്യായീകരിക്കാനായി ഒരു വടിയിട്ട് കൊടുക്കുക മാത്രമാണ് ശശി തരൂർ ചെയ്തത്. അതുകൊണ്ട് കോൺഗ്രസ്സിന് വലിയ നഷ്ടമുണ്ടായി എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. പക്ഷേ ശശി തരൂരിന് അതിന് വ്യക്തിപരമായ അജണ്ടയുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുമായി അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ സാധിച്ചു ഈ ലേഖനം കാരണം. പിന്നീട് ശശി തരൂരുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ ഇക്കാര്യത്തിൽ നടത്തുകയും ഒക്കെ ചെയ്തു. പക്ഷേ ശശി തരൂർ
പിണറായി വിജയനെ പ്രകീർത്തിച്ചപ്പോൾ ഉണ്ടായ വലിയ പ്രതിരോധം ശശി തരൂർ മോദി സർക്കാരിനെ പ്രതിരോധിക്കുമ്പോൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. കെ മുരളീധരൻ അടക്കമുള്ളവർ പറഞ്ഞത്, ശശി തരൂർ പറഞ്ഞത് അതിനെ ഒരു മോദി സ്തുതിയായിട്ടൊന്നും എടുക്കണ്ട, ഉള്ള കാര്യം പറഞ്ഞുവെന്ന് മാത്രം, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അതായത് നരേന്ദ്രമോദി സർക്കാരിനെ അനുകൂലിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു വലിയ അതിശയമുള്ള കാര്യമൊന്നുമല്ല. അതേസമയം ശശി തരൂർ പിണറായി വിജയനെ അനുകൂലിച്ചപ്പോൾ, പ്രകീർത്തിച്ചപ്പോൾ ഉണ്ടായ രാഷ്ട്രീയ പ്രതിരോധം നമ്മൾ കണ്ടതാണ്. കേരളത്തിലും മോദിയുടെ രാഷ്ട്രീയം വലിയ രീതിയിൽ സ്വീകാര്യമാകുന്നു എന്നതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയാണിത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.